ഹലോ നമസ്കാരം. KL55 എൻ്റെ സർക്കിറ്റ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരിക്കൽ കൂടി ഒരു പുതിയ യാത്രയുമായി ഒരു വീഡിയോ. എങ്ങോട്ടാണ് ഈ പോക്കല്ലേ? ബൈക്കിൽ 2 ബൈക്കുണ്ട് നമ്മൾ. ഒരു റോയൽ എൻഫീൽഡിൻ്റെ സ്റ്റാൻഡേർഡും ജാവൻ്റെ ക്ലാസിക്കും. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഞാൻ, ഷാജി, സുഹൈബ്, ജസീർ. സുഹൈബ് ഒരുപാട് കാലത്തിന് ശേഷം നാട്ടിൽ വന്നിട്ട് സുഹൈബിന് ഇതുവരെ എങ്ങോട്ടും പോകാൻ കിട്ടിയിട്ടില്ല. ഈ പ്രാവശ്യം സുഹൈബിന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് സുഹൈബിന് ഫ്രീ ആണ്. മലപ്പുറത്തിന് സ്വന്തം നിലമ്പൂരിലേക്കാണ് യാത്ര. നിലമ്പൂർ കാടും തേക്ക് മരങ്ങളൊക്കെ കാണാനുള്ള പൂതി കൊണ്ട് പോകുന്നതാണ്. പ്രകൃതി കനിഞ്ഞു നൽകിയ ഭൂപ്രകൃതിയും ഇവിടുത്തെ തേക്ക് മരങ്ങളും ചേരുമ്പോൾ നിലമ്പൂർ നമ്മൾ മലപ്പുറത്തെ സ്വർഗ്ഗമാണ്. വന്യജീവികൾ പാർക്കുന്ന കൊടും കാടുകളും ചോലകളുമൊക്കെ ഇവിടെ കാണാം. അങ്ങനെ 2 ബൈക്കും 4 പേരും പതുക്കെ ഇങ്ങനെ രാവിലെ തന്നെ, നല്ല തണുപ്പുമുണ്ട്, ഇങ്ങനെ പതുക്കെ ഇങ്ങനെ റൈഡ് ചെയ്ത് പോവാണ്. കൂട്ടായും തിരൂരും വയലത്തൂരും കോട്ടക്കലും മലപ്പുറം മഞ്ചേരിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നിലമ്പൂരിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നല്ല ക്ലൈമറ്റാണ്, നല്ല റോഡാണ്, ട്രാഫിക്കും ഇല്ല. നല്ല രസമുള്ള യാത്ര. അങ്ങനെ റൈഡ് ചെയ്ത് പോകുന്നത്, ഈ ഒരു ടൈമിൽ റൈഡ് ചെയ്ത് പോകുന്നത് ഭയങ്കര സുഖമുള്ള പരിപാടിയാണ്. നിലമ്പൂരെത്തി ഒരു ചെറിയ ഹോട്ടലിലും കയറി നല്ല ചൂടുള്ള പൊറാട്ടയും മുട്ട റോസ്റ്റും കഴിച്ച് എന്നിട്ടിങ്ങനെ കനോലി പ്ലോട്ടിലേക്കുള്ള ലക്ഷ്യത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയുടെ കളക്ടറും മജിസ്ട്രേറ്റ് ആയിരുന്ന HV കനോലി 1864 ആദ്യമായി തേക്കും തോട്ടം വെച്ചുപിടിപ്പിച്ചത് ഇവിടെയായിരുന്നു. 5 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന ഈ തോട്ടത്തിൽ 100 കണക്കിന് തേക്ക് വൃക്ഷങ്ങളിൽ ഒന്നാണ് ലോകത്തിൽ ഇന്നുള്ളതിൽ വെച്ചുപിടിപ്പിച്ച തേക്കുകളിൽ ഏറ്റവും പ്രായമേറിയതും വലുതും. കനോലി പ്ലോട്ട് ഫോറസ്റ്റ് ഏരിയയാണ്. ഇങ്ങോട്ട് ഗവൺമെൻറ് വിസിറ്റേഴ്സിന് അലോഡ് ചെയ്തിട്ടുള്ളത് സാറ്റർഡേയും സൺഡേ ആണ്. അതും ഗവൺമെൻറ് ട്രെക്കിംഗ് കൊണ്ടുപോയി ചെയ്യാറ് അവരുടെ ജീപ്പിൽ. അല്ലാതെ ഇങ്ങോട്ട് പെർമിഷൻ ഇല്ലാതെ എൻട്രി ചെയ്യാൻ പാടില്ല. ബൈക്ക് കൊണ്ട് പോകുന്നത് കുറച്ച് മുഷ്കിലാണ്. കാരണം റോഡിൻ്റെ 2 സൈഡും ജീപ്പ് പോയിട്ട് അതിൻ്റെ ടയർ അങ്ങനെ ആ 2 സൈഡ് 2 കുഴിയാക്കിയിട്ട് സെൻറ്ററിൽ ചെറിയൊരു നടപ്പാത പോലെ ആക്കി വെച്ചിട്ടുള്ള. പക്ഷേ അതിൽ കൂടെ ബൈക്ക് പോകുന്നത് കുറച്ച് റിസ്ക്കാണ്. ഓഫ് റോഡാണ്, പക്ക ഓഫ് റോഡാണ്. ഈ ക്യാമറയിൽ കാണുന്ന പോലെ ഒന്നല്ല റോഡിൻ്റെ അവസ്ഥ. റോഡെന്ന് പറയാൻ പറ്റില്ല,
പിന്നെ എൻ്റെ ജാവ ആയതുകൊണ്ട് ഒന്നും പറയണ്ട. കാരണം ആ വണ്ടി ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലാത്ത ഒരു പൊട്ട വണ്ടി ആയതുകൊണ്ട് ബാക്കിൽ സാധാ റോഡിൽ തന്നെ പോകുമ്പോൾ ബാക്കിൽ ഒരാൾ ഇരുന്ന് കഴിഞ്ഞാൽ ചെറിയൊരു അമ്പൂരും ചാടാൻ പറ്റില്ല. ചാടിക്കഴിഞ്ഞാൽ ടപ്പ് എന്നൊരു സൗണ്ട് വെക്കാം. അജ്ജാതി വണ്ടി കൊണ്ട് ഇജ്ജാതി റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇതാണെങ്കിൽ റോഡല്ല, ഓഫ് റോഡാണ്. ചുറ്റും കാടാണ്. ഈ ഫോറസ്റ്റ് ഫുള്ള് കാടാന്ന് പറയുന്ന പോലെ ചുറ്റും കാടാണ്. ബൈക്ക് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ റൈഡ് ചെയ്ത് പോവാണ്. എവിടെ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. 2-3 പ്രാവശ്യം വീഴാനൊക്കെ പോയി, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ്. കൊടും കാട് എന്നൊക്കെ പറയില്ലേ, ഒരു കൊടും കാട്ടിനുള്ളിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരു കൊടും കാട്ടിനുള്ളിലൂടെ ഞാനും ജെസ്സിയും. വേറെ വണ്ടീൻ്റെ സൗണ്ട് പോലെ വേറെ സൗണ്ടൊന്നും കേൾക്കുന്നില്ല. നമ്മളെ മുമ്പിൽ സ്വൈബും ഷാജും പോയിട്ടുണ്ടെന്നുള്ള ഉറപ്പുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരെ കാണുന്നവരെയുള്ള യാത്ര കണ്ട് കഴിച്ച് കാര്യം തിരിച്ചു വരാമെന്നുള്ളൊരു പ്ലാനിലാണ് ഈ പോകുന്നത്. കാരണം ഈ റോഡിൽ കയറും ചെയ്ത് ഇതിനുള്ളിലേക്ക് കയറും ചെയ്ത് പിന്നെ തിരിച്ച് പോകാൻ പറ്റില്ലല്ലോ എന്നുള്ളതിൽ എന്ത് ചെയ്യാണ്, വണ്ടി പോവാണ്. ഈ ട്രക്കിങ് ഗവൺമെൻറ് കൊണ്ടുവന്ന ട്രക്കിങ് ജീപ്പിലായിരിക്കും. അത് അവർ കനോലി പ്ലോട്ട് വരെ എത്തിക്കും. കാരണം നോർമലി നമ്മളെ നിലമ്പൂർ ടൗണിൽ നിന്ന് തന്നെ തൂക്കുപാലുണ്ടായിരുന്നു ഈ കനോലി പ്ലോട്ടിലേക്ക്. അത് കഴിഞ്ഞ പ്രാവശ്യത്തെ വെള്ളപ്പൊക്കത്തിൽ അതെല്ലാം ഒലിച്ചു പോയെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ അങ്ങനെ എൻട്രി ഇല്ല, അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഈ റൂട്ടിലോട്ട് പോകുന്നത് ട്രക്കിങ് കൊണ്ടുപോകുന്നതാണ്. ഇത് ട്രക്കിങ് ഭയങ്കര രസമായിട്ടാണ്. ഈ റോഡ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ജീപ്പിലാണെങ്കിൽ വളരെ എക്സ്പ്ലോർ ചെയ്യാൻ ഏറ്റവും എന്താ പറയുക, കിടുന്ന കിടുവാണ്. ഇത് നമ്മൾ ആദ്യം ആയതുകൊണ്ട് ചെറിയൊരു പേടി മനസ്സിലുണ്ടായതുകൊണ്ട് എന്ത് ചെയ്യാണ് ഇങ്ങനെ പതുക്കെ പോകുന്നത്. ഭയങ്കര രസമാണ്. കാരണം ചുറ്റും കാടും ആ സൗണ്ടും ഈ തേക്ക് കാട്ടിലേക്കുള്ള ആ യാത്ര ഭയങ്കര ചെറിയ നാരോ റോഡും മാത്രം, ചുറ്റും കാട്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല, മൊബൈലിൽ റേഞ്ചില്ല. ശരിക്കും ഇങ്ങോട്ട് വരാൻ പാടില്ല ശരിക്കും. കാരണം ഇതൊരു അപകടം പിടിച്ച സ്ഥലമാണ്. കാരണം ആന 2 ദിവസം മുന്നേ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആന ഇവിടെ ഉണ്ട്, സ്ഥിരമായിട്ട് അപകടം ഉണ്ടാവുന്ന സ്ഥലമാണ്. ഇതിപ്പോ എത്ര കിലോമീറ്റർ വന്ന നമ്മള്
എന്ത് സംഭവം ആകെ ഞങ്ങൾ വിവാനൊക്കെ പോയി. ഇതണ്ട ഒരു മുള്ളുവത്തെ സാധനം സൗണ്ട് ക്യാമറ വർക്കിംഗ് ആണ്. ഇടി ഇപ്പൊ അതിനായിട്ട് ഇപ്പൊ ഇതെന്തായിരിക്കും അവസ്ഥ? ഇതൊരു സാധനം മുള്ളുവ സാധനം കൊളുത്തിയടാ. ഹംക്കിങ്ങനെ മറ്റേ സിനിമയിൽ കാണുന്ന പോലെ ആളെ പിടിക്കാൻ വേണ്ടി റോഡ് വഴി ഇങ്ങനെ വെച്ചാ അത് ഇങ്ങനെ തന്നെ. ആ അങ്ങനെ തന്നെ. ഇവിടെ വിടി വണ്ടി വിട്. അപ്പൊ നമുക്ക് കാടൊക്കെ കാണാലോ. വേണ്ട കാട് ഇതുകൂടെ വെച്ച് ഇത് ബാലൻസ് ഇത് തൂങ്ങിയെടുക്ക് ബാലൻസ് കിട്ടുന്നില്ല. രാവിലത്തെ പള്ള വെച്ച് ഇറങ്ങിയ കണക്കായി. അല്ലെങ്കിൽ പുലിയേ രാവിലത്തെ പള്ള വെച്ച് ഇറങ്ങാൻ കണക്കായി. കാറട്ടോ അർത്ഥമില്ല. കാറാണ്. പോകുന്നൊരു ഐഡിയ ഇല്ല. ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇട്ടടിച്ചാലോ? വണ്ടി പോണ സ്ഥലമാണ്. പക്ഷേ സ്ഥലത്ത് ഏതാണ് ഒരു പിടുത്തം കിട്ടുന്നില്ല. നിലമ്പൂർ കാട്ടിനുള്ളിൽ ഒരു മനുഷ്യനല്ലോ ഇവിടെ. പെട്ടിക്കണമെന്ന് ഡൗട്ടുണ്ട്. പെട്ട പോലെ ഹെൽമെറ്റ് ഉണ്ടോ? പുലി അടിച്ചു കഴിഞ്ഞാൽ തല അടിക്കാൻ പറ്റുമോ? ഇരിക്കും. ആ സ്റ്റാൻഡ് വിട്ട് തിരിച്ചോളാം. തിരിക്കാൻ പറ്റില്ല. സബ്ബ സ്റ്റാൻഡ് വിട്ടിട്ടേ തിരിച്ചോ. സ്റ്റാൻഡ് വിട്ടിരിക്കാൻ സ്കൂട്ടിയത് നമ്മളുണ്ട് കംപ്ലീറ്റ് യസീറിൻ്റെ റിക്വസ്റ്റ് മാനിച്ചിട്ട് സ്റ്റാൻഡ് മുന്നോട്ട് തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ എവിടെയും എത്തിപ്പെട്ടിട്ടില്ല. അവിടെ വയലിൽ നിന്ന് തിരിച്ച് പോകാൻ പ്ലാനാണ്. കാരണം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എവിടെ നിന്ന് പഠിച്ചവർക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് വണ്ടി തിരിക്കുക. ജെസ്സി ആകെ പേടിച്ചിക്കണ്. തള്ളല്ല മക്കളെ. ക്രോസ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരല്. അപ്പോൾ അതിൻ്റെ മേലെ തൂക്കുപാലുണ്ട്. തൂക്കുപാലം എപ്പോഴും ഉണ്ടോ? തൂക്കുപാലില്ല. ഉണ്ടായിരുന്നു പ്രളയത്തിൽ പോകുന്നില്ല. അവിടെ തൂക്കുപാലം. ആൾക്കാർക്കുള്ള സ്ഥലങ്ങളാണ്. കുഴപ്പമില്ല.